സ്നേഹം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്കെല്ലാം സ്നേഹം കിട്ടാറുണ്ടോ? ആരുടെ നിന്നൊക്കെയാണ് സ്നേഹം കിട്ടാറ്? ഉമ്മമാരുടെ അടുത്ത് സ്നേഹം കിട്ടാറുണ്ട്. പിന്നെ ഉപ്പമാരുടെ അടുത്ത് സ്നേഹം കിട്ടാറുണ്ട്. പിന്നെ ഉമ്മാമ. ഓക്കെ. പിന്നെ ഉപ്പാപ്പ. ഓക്കെ. പിന്നെ ചില സ്നേഹങ്ങള്, അതായത് ഓവറായിട്ട് ചില ആൾക്കാര് നമ്മളുടെ ശരീരത്തിലൊക്കെ തൊട്ടിട്ട് നമ്മളെ സ്നേഹിക്കലുണ്ട്. അത് നല്ലതാണോ? നമുക്ക് വേണ്ടാത്ത, നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തൊട്ടിട്ട് ചില സ്നേഹങ്ങളുണ്ട്. അത് നമുക്ക് ഓക്കെ ആണോ? അല്ല അല്ലേ? അത് ബാഡ് ടച്ച് ആണ് അല്ലേ? അല്ലേ? അപ്പൊ അവര് നിങ്ങളോട് പറയാണ്, ഇതാരോടും പറയരുത്, ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കൊന്നുകളെന്ന് പറയും. ചോദിച്ചോ, നിങ്ങൾ ചെയ്യാ? നിങ്ങളൊന്ന് പേടിച്ചിട്ട് ആരോട് പറയാണ്ട് നിൽക്കും? അങ്ങനെയാണോ ചെയ്യാ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾ വീണ്ടും വരും. അയാൾ വീണ്ടും വരുത്തി ഇതേ കാര്യം ചെയ്തിട്ട് പോവുകയും ചെയ്യും. അവര് പറയും ആരോടും പറയാൻ പാടില്ല, നിങ്ങളെ കൊന്നുകളെന്ന് പറയും. പക്ഷെ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അപ്പാട് നിങ്ങൾ ആരോട് പറയണം? നിങ്ങളുടെ ഉമ്മാനോടോ ഉപ്പാനോടോ ടീച്ചറോടോ പറയണം, ടീച്ചറെ ഇന്നയാള് എന്റെ ശരീരത്തിൽ ഇങ്ങനെ തൊട്ടു, എന്നെ ഇന്ന സ്ഥലത്ത് തൊട്ടു, എനിക്കത് ഓക്കെ ആയിട്ടില്ല എന്നുള്ള കാര്യം ഉമ്മാനോടോ ടീച്ചറോടോ പറയണം. അതിനാരും മടിക്കേണ്ട കാര്യമില്ല. അതൊരു അബ്യൂസ് ആണല്ലേ ശരിക്കും? അല്ലെ? മോശപ്പെട്ട കാര്യമല്ലേ? മോശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയണ്ടേ? അല്ലെ? അത് ആവർത്തിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉമ്മാനോടോ ഉപ്പാനോടോ പറയണം. എങ്കിൽ മാത്രമല്ല അവർക്കെതിരെ ആക്ഷൻ എടുക്കാനാവും. ഇതേ കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചോ, അയാൾ എന്ത് ചെയ്യും? നിങ്ങളെപ്പോലെ വേറെ കുട്ടികൾ അതുപോലെ യൂസ് ചെയ്യും. അത് കൂട്ടാണോ? അല്ല അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ മോശപ്പെട്ടൊരു അനുഭവം ഉണ്ടെങ്കിൽ അത് പറയണം. അയാളെ നമുക്ക് ആരെടുത്ത് പിടിച്ചു കൊടുക്കണം? പോലീസിന്റെ അടുത്ത് പിടിച്ചു കൊടുക്കണം. അല്ലേ? അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരോട് പറയണം? അത് ടീച്ചറോടോ ഉമ്മാനോടോ ഉപ്പാനോടോ പറയണം. അതിന് മടിക്കേണ്ട കാര്യമില്ല.